ഭൂതപ്രേത പിശാചുക്കളിൽ വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടായേക്കാം. വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാല്യകാലം തന്നെയാണ് അതിന് അടിത്തറവാകിയത്. ബാല്യകാലത്തെ കഥകൾ, പലരും പറഞ്ഞ് പേടിപ്പിച്ച കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രേതത്തെയും ഭൂതത്തെയും പിശാചിനെയുമൊക്കെ പേടിക്കാത്ത ആരും തന്നെ ഈ ലോകത്തുണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഈ പ്രേതങ്ങളെയും ഭൂതങ്ങളെയും വിശ്വാസമുള്ളവർ ഉണ്ടോ? എന്നാൽ ലോകത്തിൻ്റെ പലയിടത്തും ഈ പ്രേത ഭൂത പിശാചുക്കൾ വിഹരിച്ച് നടക്കുന്നതായി പറയപ്പെടുന്ന 25 സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ആ 25 സ്ഥലങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തേത് ഓസ്ട്രേലിയയിലുള്ള ഒരു പഴയകാല ഭ്രാന്താശുപത്രിയാണ്. അരഡാറ്റ് ഭ്രാന്താശുപത്രി, വിക്ടോറിയ, ഓസ്ട്രേലിയ. അരഡേൽ അഥവാ അരഡാറ്റ് ലുണാറ്റിക് അസൈലം ഏകദേശം 130 വർഷത്തോളം മാനസിക രോഗികളെ പാർപ്പിച്ച് ചികിത്സിച്ചിരുന്നു. 1990-കൾ വരെ ഇത് ഉപയോഗത്തിലുണ്ടായിരുന്നു. ക്രിമിനൽ ഭ്രാന്തന്മാരായി കണക്കാക്കപ്പെടുന്നവർക്ക് സുരക്ഷിതമായ ജയിലായ ജയവാർഡൻ ഇതിൽ ഉൾപ്പെടുന്നു. ഒരു ചെറിയ പട്ടണത്തിന്റെ വലിപ്പമുള്ള കെട്ടിടങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു ഈ ആശുപത്രി. അത് ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സംസ്ഥാനത്താണ്. ഏകദേശം 13,000 പേർ ഈ സ്ഥാപനത്തിൽ മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഇടനാഴികളിൽ പ്രേതങ്ങളുടെ പ്രതിഭാസങ്ങൾ ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെളുത്ത യൂണിഫോമിലുള്ള ചില ജീവനക്കാരെ പ്രേതങ്ങളായി അവിടെ കണ്ടിട്ടുണ്ടെന്ന് ചിലർ പറയുന്നു. അതുപോലെ തന്നെ ഭ്രാന്തുള്ളവരുടെ ഭീകര ശബ്ദങ്ങളും അലർച്ചകളും അവിടെ നിന്നും കേൾക്കാറുണ്ടത്രേ എന്നാണ് ചില അനുഭവസ്ഥർ പറയുന്നത്. ഇനി രണ്ടാമത്തേത് ഫ്രാൻസിലുള്ള ഒന്നാണ്. ലേ കാറ്റക്കോംസ് ഡി പാരീസ്, പാരീസ്, ഫ്രാൻസ്. പാരീസ് നഗരത്തിനരികിൽ 6 ദശലക്ഷത്തിലധികം ആളുകളുടെ അസ്ഥികൂടാവശിഷ്ടങ്ങൾ അടുക്കി വച്ചിരിക്കുന്നു. പാരീസിലെ ശ്മശാനങ്ങളിൽ നിന്ന് മാറ്റിയ ആളുകളുടെ അസ്ഥികൂടങ്ങൾ ഒരു തുരങ്കത്തിൽ അടുക്കി വച്ചിരിക്കുന്നു. ചില അസ്ഥികൾ 1200 വർഷത്തിലേറെ പഴക്കമുള്ളതാണെന്ന് പറയപ്പെടുന്നു. തുടക്കത്തിൽ ക്രമരഹിതമായി ചിതറിക്കിടന്ന അസ്ഥികൾ പിന്നീട് ആളുകൾക്ക് കാണുന്നതിനായി കലാപരമായി അടുക്കി വച്ചു. അതിലേക്കുള്ള ഔദ്യോഗിക പ്രവേശനം ഗേറ്റ് ഓഫ് ഹെൽ വഴിയാണ്. ചുവരുകളിൽ നിന്നുള്ള ഇരുണ്ട നിഴലുകളും ശബ്ദങ്ങളും നിങ്ങളോട് പല കഥകളും പറയും, അല്ലെങ്കിൽ നിങ്ങൾ പല കഥകളും വ്യാഖ്യാനിച്ച് എടുക്കും. നിങ്ങളുടെ ഉപബോധ മനസ്സിലും ബോധ മനസ്സിലുമൊക്കെ ഭയം വിതറും. 3. ബാരൻ എംപൈൻ പാലസ്, കെയ്റോ, ഈജിപ്റ്റ്. കെയ്റോയുടെ വടക്കു കിഴക്കൻ ഭാഗത്തുള്ള ഒരു പ്രാന്തപ്രദേശത്ത് ഉപേക്ഷിക്കപ്പെട്ട ഒരു കൊട്ടാരമാണ് ഈ ബാരൻ എംപൈൻ പാലസ് അഥവാ ലേ പാലസ് ഹിന്ദു സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ പറയാൻ കാരണം അതൊരു ഹിന്ദു ക്ഷേത്രത്തിന്റെ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ബെൽജിയൻ വ്യവസായി ബാരൻ എംപൈനാണ് ഈ ഹിന്ദു ക്ഷേത്രം പോലുള്ള രൂപകൽപ്പനയിൽ ഈ കൊട്ടാരം നിർമ്മിച്ചത്. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ആ കൊട്ടാരത്തിനുള്ളിൽ ദാരുണമായും ദുരൂഹമായും മരിച്ചു. ഈ കൊട്ടാരത്തിൽ നിന്നുള്ള കഥകളിൽ മുറിയിൽ നിന്ന് മുറിയിലേക്ക് തനിയെ മാറുന്ന ഫർണിച്ചറുകളും രക്തം പുരണ്ട കണ്ണാടികളും ഉൾപ്പെടുന്നു. അർദ്ധരാത്രിയിൽ അതിനുള്ളിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേൾക്കാമെന്നും പറയപ്പെടുന്നുണ്ട്. ആരൊക്കെയോ പരസ്പരം സംസാരിക്കുന്നതായി അനുഭവപ്പെടുന്നുവെന്നും ചിലർ പറയാറുണ്ട്. എന്തായാലും ഈ പ്രഭുവിന്റെ ഭാര്യയും മകളും ആ കൊട്ടാരത്തിനുള്ളിൽ ദുർമരണപ്പെടുകയാണ് ചെയ്തത് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവരുടെ പ്രേതങ്ങൾ അതിനകത്തുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. 4. ക്വീൻ മേരി, ലോങ് ബീച്ച്, കാലിഫോർണിയ, USA. കാലിഫോർണിയയിലെ ലോങ് ബീച്ചിൽ ഇപ്പോൾ നങ്കൂരമിട്ടിരിക്കുന്ന ഒരു ഹോട്ടലായ ക്വീൻ മേരി ഒരു കാലത്ത് ഒരു യാത്രാ കപ്പലായി പ്രവർത്തിച്ചിരുന്നു. ധനികരും പ്രശസ്തരുമായ ആളുകളെ കൊണ്ട് ആ കപ്പൽ ലോകം ചുറ്റി. 2ാം ലോക മഹായുദ്ധ കാലത്ത് സൈനികരെ കൊണ്ടുപോകുന്ന ഒരു സൈനിക കപ്പലായും അത് സേവനമനുഷ്ഠിച്ചു. ആ കപ്പലിനുള്ളിൽ സ്റ്റോർ റൂമുകളിലും ക്യാബിനുകളിലും ഡെക്കുകളിലും ഭൂതങ്ങളെ കണ്ടതായി ചില റിപ്പോർട്ടുകളുണ്ട്. തനിയെ വാതിലുകൾ കൊട്ടിയടയ്ക്കൽ, അതുപോലെ താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ, ക്രമരഹിതമായി ഒരു അച്ചടക്കവുമില്ലാതെ നമ്മുടെ വാതിലിലൊക്കെ വന്ന് ശബ്ദമുണ്ടാക്കുക, അതുപോലെ തനിയെ മിന്നുന്ന ലൈറ്റുകൾ എന്നിവയെല്ലാം അവിടെ അനുഭവപ്പെട്ടെന്ന് ചില റിപ്പോർട്ടുകളിൽ പറയുന്നു. 5. ഫ്രാൻസിൽ തന്നെ ഉള്ളതാണ്. ഷാറ്റോ ഡെ ബ്രസാക്, മെയിൻ അറ്റ് ലോവർ, ഫ്രാൻസ്. ഫ്രാൻസിലെ ലോയർ താഴ്വരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊട്ടാരം എന്ന നിലയിൽ പ്രശസ്തമായ ഷാറ്റോ ഡെ ബ്രസാക്കിൽ നിങ്ങൾക്ക് ആഡംബര താമസ സൗകര്യങ്ങളിൽ ചിലവഴിക്കാം. അവിടേക്ക് ഒരു ടൂർ നടത്താം. എന്നാൽ അവിടെ നിങ്ങളെ കൂടാതെ വേറൊരാൾ
ദീർഘകാലമായി താമസിക്കുന്നുണ്ട് എന്ന് ഓർത്തിട്ട് വേണം അവിടെ പോകേണ്ടത്. അവളുടെ പേരാണ് ലാഡാം ബർട്ടെ, അല്ലെങ്കിൽ ലേഡി ഇൻ ഗ്രീൻ എന്നാണ് അവളുടെ പേര്. അവൾക്ക് ഈ കൊട്ടാരം നിങ്ങളെക്കാൾ വളരെ സുപരിചിതമാണ്. അവൾ 1400-കൾ മുതൽ അവിടെ താമസിക്കുകയാണെന്നാണ് പറയുന്നത്. 1400-കളിൽ ഭർത്താവിനാൽ കൊല്ലപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ ലാഡാം ബർട്ടെ. അവൾ ഒരു പ്രേതമാണ്, ഈ ഹോട്ടലിലെ താമസക്കാരിയായ പ്രേതം. അതിരാവിലെ അവൾ ഞരങ്ങുകയും ചാപ്പൽ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നതായി ചിലർ അഭിപ്രായപ്പെടുന്നു. 6-മത്തേത് ജർമ്മനിയിലുള്ള ഫ്രാങ്കൻസ്റ്റൈൻ കാസിൽ. ഈ കഥകളുടെ ഉത്ഭവം യഥാർത്ഥത്തിൽ ഫ്രാങ്കൻസ്റ്റൈൻ കൊട്ടാരത്തിൽ നിന്നാണ്. 1800-കളുടെ തുടക്കത്തിൽ എഴുതിയ ഫ്രാങ്കൻസ്റ്റൈൻ നോവലിന് ഇത് പ്രചോദനമായിരിക്കാം. ഫ്രാങ്കൻസ്റ്റൈൻ നോവലിന്റെ സമയത്ത് ഒരു ആൽക്കമിസ്റ്റ്, ഒരു ദൈവശാസ്ത്രജ്ഞൻ, ഒരു അമച്വർ അനാട്ടമിസ്റ്റ് എന്നിവരുടെ ആസ്ഥാനമായിരുന്നു ഇത്. 1200-കളിൽ ആരംഭിച്ച ഈ കൊട്ടാരം കൗൺസ്, ലോർഡ്സ്, നൈറ്റ്സ് എന്നിവരെ താമസിപ്പിച്ചിരുന്നു. ഒരു അഭയകേന്ദ്രവും ആശുപത്രിയുമായിരുന്നു ഇത്. മേൽപ്പറഞ്ഞ ആൽക്കമിസ്റ്റ്, അവിടെ താമസിച്ചിരുന്ന ആൽക്കമിസ്റ്റ് ഈ ചാപ്പലിന്റെ മേൽക്കൂരയിൽ നിന്നും ചിലരെയൊക്കെ വേട്ടയാടുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ചുവരുകളിൽ നിഴലുകൾ പ്രത്യക്ഷപ്പെടുകയും ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് അനാവശ്യ അതിഥികൾക്ക് നേരെ കല്ലുകൾ പാഞ്ഞെടുക്കുന്നുവെന്നും പറയപ്പെടുന്നു. എല്ലാം ഈ ആൽക്കമിസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. 7 ഓസ്ട്രേലിയയിലെ പോർട്ട് ആർതർ. 1800-കളുടെ തുടക്കത്തിൽ ബ്രിട്ടീഷ് ദ്വീപുകളിൽ നിന്നെത്തിച്ച കുറ്റവാളികളുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നില്ല ഓസ്ട്രേലിയയിലെ ടാസ്മാനിയയിലുള്ള പോർട്ട് ആർതർ. ഏറ്റവും മോശം കുറ്റവാളികളെയും പിന്നെയും കുറ്റങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നവരെയും പലപ്പോഴും അവരുടെ കുടുംബങ്ങൾക്കൊപ്പം നാട് കടത്തിയത് അവിടേക്കായിരുന്നു. അവിടുത്തെ സാഹചര്യങ്ങൾ കഠിനമായിരുന്നു. അവിടെ ഭക്ഷണം തന്നെ കിട്ടില്ല. അഥവാ കിട്ടിയാൽ തന്നെ ഭക്ഷണം ഒരു പ്രിവിലേജ് ആയിരുന്നു. ചിലരുടെയൊക്കെ സ്ഥാനം നോക്കി കൊടുക്കുന്ന പോലെ. ചിലർക്ക് നല്ല ഫുഡ് കിട്ടും, ചിലർക്ക് കിട്ടില്ല, അത്ര തന്നെ. ഉറക്കെ സംസാരിക്കാൻ പോലും സാധിക്കില്ല. അവിടെ മരിച്ച നിരവധി തടവുകാരെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ദ്വീപിലെ അടയാളപ്പെടുത്താത്ത കുഴിമാടങ്ങളിലാണ് സംസ്കരിച്ചത്. മരിച്ചവരുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന ഇവിടെ 1600 പേരുടെ അവശിഷ്ടങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആ സ്ഥലത്തെ സന്ദർശകർ ചില അസ്വസ്ഥരായ സ്വഭാവത്തോടെയുള്ള കുട്ടികളെയും നീല നിറത്തിലുള്ള ഒരു സ്ത്രീയെയും കണ്ടിട്ടുണ്ടെന്നും അവരുടെ ശബ്ദം കേട്ടിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. 8-മത്തേത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ളതാണ് ഭാങ്കർ കോട്ട, രാജസ്ഥാൻ. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കോട്ടയുടെ അതിരുകൾ ഒരു മുഴുവൻ നഗരത്തിന്റെയും അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒരു കാലത്ത് കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും വീടുകളും ആയിരക്കണക്കിന് ആളുകളും ഇതിനുള്ളിലുണ്ടായിരുന്നു. ഒരു ശാപത്തിന്റെ ഫലമാണെന്ന് പറയപ്പെടുന്നു. ഏതോ ഒരു അധിനിവേശത്തിലാണ് ഈ ജനങ്ങളെല്ലാം മരിച്ചത്. അതൊരു ശാപം കൊണ്ടാണെന്നാണ് വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോഴുള്ള ആളുകൾ പറയുന്നത് അദൃശ്യ ശക്തികൾ അവിടെ നിന്ന് തങ്ങളെ നിരീക്ഷിക്കുന്നെന്നും പിന്തുടരുമെന്ന തോന്നലും ഉണ്ടെന്നാണ്. വിചിത്രമായ ഗന്ധങ്ങളും ശബ്ദങ്ങളും അവിടെ ഉണ്ടെന്നാണ് ഈ പ്രാദേശികവാസികളും സന്ദർശകരും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ രാജസ്ഥാനിലെ ഈ ചരിത്രാവശിഷ്ടങ്ങളിലേക്ക് രാത്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അവിടെ പ്രവേശനം അനുവദനീയമല്ല. അടുത്തത് 9-മത്തേത് സിറ്റാഡൽ ഹിൽ, ഫോർട്ട് ജോർജ്, ഹാലിഫാക്സ്, കാനഡ. കാനഡയിലെ ഹാലിഫാക്സ് സ്ഥിതി ചെയ്യുന്ന സിറ്റാഡൽ ഹിൽ 1700-കളിൽ ഒരു കോട്ടയായി ആദ്യമായി വികസിപ്പിച്ചെടുത്തു. തദ്ദേശീയരോടും ഫ്രഞ്ച് ജനവിഭാഗങ്ങളോടുമുള്ള പ്രതിരോധത്തിനായി കൊളോണിയൽ ബ്രിട്ടീഷുകാരാണ് ഈ പ്രദേശം ആദ്യമായി ഉപയോഗിച്ചത്. ഇന്ന് നിലനിൽക്കുന്ന കോട്ട 1850-കളുടെ മധ്യത്തിലാണ് നിർമ്മിച്ചത്. വൈദ്യുത ഉപകരണങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെട്ടതായി ജീവനക്കാരും സന്ദർശകരും പറഞ്ഞിട്ടുണ്ട്. അതായത് ചില വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിക്കുക, ഓഫാവുക എന്നുള്ള നിലയിലുള്ള ചില പ്രശ്നങ്ങൾ അവിടെ അനുഭവപ്പെട്ടതായി അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ സൈറ്റിലെ ചില നിഴലുകളും വിചിത്രമായ ചില ലൈറ്റുകളുമൊക്കെ പ്രകാശങ്ങളുമൊക്കെ ഈ റിപ്പോർട്ടുകളിൽ ഉൾപ്പെടുന്നു. 10-മത്തേത് ചെക്ക് റിപ്പബ്ലിക്കിലുള്ള സിക്കോവ് കാസിൽ. ചെക്ക് റിപ്പബ്ലിക്കിലെ സിക്കോവ് കാസിലിന് പ്രയാസകരമായ ചില കാലങ്ങളെയും സമയങ്ങളെയും നേരിട്ട് കൊണ്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റതിന്റെ ഒരു നീണ്ട ചരിത്രമുണ്ട്. 1200-കളുടെ തുടക്കത്തിൽ ബൊഹീമിയൻ രാജകുടുംബത്തിന്റെ ഉടമസ്ഥതയിലായിരുന്നു ഇതിന്റെ നിർമ്മാണം. ഗോപുരത്തിലെ അടയാളങ്ങളുള്ള കല്ലുകൾ അതിനു മുമ്പ് ചരിത്രകാലം മുതലുള്ളതാണ്. കൊട്ടാരം ഏതാനും നൂറ്റാണ്ടുകളുടെ യുദ്ധത്തിലൂടെ കടന്നുപോയി. 1800-കളോടെ ഇതൊരു ഫാം കെട്ടിടം മാത്രമായിരുന്നു. പിന്നീട് ഇത് പുനഃസ്ഥാപിക്കുകയും പുനർനിർമ്മിക്കുകയും എന്നാൽ വീണ്ടും കേടുപാടുകൾ വരികയും വരുത്തുകയും ചെയ്തു. വീണ്ടും പുനഃസ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഗോപുരത്തിൽ വസിക്കുന്ന ഒരു അമാനുഷികമായ പിശാചാണ് ഇവിടുത്തെ താമസക്കാരനായ പ്രേതമെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ തീ പടർന്നു പിടിക്കുന്നു. അണയ്ക്കാൻ കഴിയാത്ത രീതിയിൽ തീ പടർന്നു പിടിച്ച് ഭയപ്പെടുത്തുന്നു. അദൃശ്യവും ഭീകരവുമായ ചില വിചിത്ര സംഭവങ്ങൾ ഇതൊക്കെ സന്ദർശകർ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ അവിടെ ഒരു ഭൂഗർഭ തുരങ്കമുണ്ടെന്നും
ആ ഭൂഗർഭ തുരങ്കത്തിന് കാവൽ നിൽക്കുന്നത് പ്രേതബാധയുള്ള ഫയർ ഡോഗുകളാണെന്നും പറയപ്പെടുന്നു. അതായത് നമ്മൾ ചില ഇതിലൊക്കെ സിനിമയിലും കോമിക്സിലൊക്കെ കണ്ടതുപോലെ ശരീരത്ത് തീ ആളിപ്പടരുന്ന ഡോഗുകൾ, പട്ടികൾ ഇങ്ങനെ കാണുന്നില്ലേ, ആ ഒരു അർത്ഥത്തിലാണ് ഫയർ ഡോഗുകൾ. 11. ഇറ്റലിയിലുള്ള പൊവേളിയ ഐലൻഡ്. ലിഡോയുടെയും വെനീസിന്റെയും തീരത്തിനടുത്തുള്ള വടക്കൻ ഇറ്റലിയിലെ ഒരു ചെറിയ ദ്വീപാണ് പൊവേളിയ ഐലൻഡ്. വർഷങ്ങളായി ഇതൊരു കോട്ടയും ഒറ്റപ്പെടലിനും ക്വാറന്റൈനുമുള്ള ഒരു സ്ഥലവുമായിരുന്നു. അടുത്തിടെ ഇത് മാനസിക രോഗികൾക്ക് ഒരു അഭയകേന്ദ്രവുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു മനോരോഗി അവിടെ ആത്മഹത്യ ചെയ്തതായി കിംവദന്തി ഉണ്ട്. ആ ദ്വീപിൽ മുമ്പ് മരിച്ചുപോയ നഷ്ടപ്പെട്ട ആത്മാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് അയാൾ ടവറിൽ നിന്ന് ചാടിയതായാണ് പറയപ്പെടുന്നത്. അയാൾ ഇപ്പോഴും അവിടെയൊക്കെ അലഞ്ഞു നടക്കുന്നെന്നും ടവറിൽ നിന്ന് ചാടുന്നുവെന്നും ഒക്കെ ചിലർ പറയുന്നു. ചിലർ അങ്ങനെ കണ്ടതായി അഭിപ്രായപ്പെടുന്നു. 12. കാനഡയിലെ ബാൻ ഫ്രിങ്ക് ഹോട്ടൽ, ആൽബർട്ട, കാനഡ. റോക്കീസ് ഫോർട്ട് എന്നറിയപ്പെടുന്ന ബാൻ ഫ്രിങ്ക് ഹോട്ടൽ താമസിക്കാൻ വളരെ വലുതും ഗംഭീരവുമായ ഒരു സ്ഥലമാണ്. പർവ്വതങ്ങൾ, ചൂട് നീരുറവകൾ, മികച്ച ഹോട്ടലുകൾ എന്നിവയൊക്കെ വാഗ്ദാനം ചെയ്യുന്ന ഒരു സ്ഥലം. എല്ലാം നിങ്ങൾക്ക് അവിടെ ആസ്വദിക്കാം. 1800കളുടെ അവസാനത്തിൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിൽ മുൻകാലങ്ങളിൽ നിന്നുള്ള അതിഥികളിൽ നിന്നും ജീവനക്കാരിൽ നിന്നുമുള്ള നിരവധി അനുഭവങ്ങൾ ഇപ്പോൾ താമസിക്കുന്നവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പണ്ട് അവിടെ താമസിച്ചവരാരും ജീവനോടെ പുറത്തു പോയിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇപ്പോഴും ആ കെട്ടിടത്തിനുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ചില അനുഭവങ്ങൾ ഭയപ്പെടുത്തുന്നവയാണ്. കേൾക്കുമ്പോൾ മരവിപ്പും തളർച്ചയും അനുഭവപ്പെടുന്ന പോലുള്ള കഥകൾ. ചിലത് സൗഹൃദപരവുമാണ്. അതിലൊന്നാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള ഒരു ബെൽഹോപ്പിന്റെ പ്രേതം അവിടെ ഉണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. ഈ ബെൽഹോപ്പ് എന്ന് പറഞ്ഞാൽ ആരെന്ന് അറിയാലോ, നിങ്ങൾ ഹോട്ടലിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ലഗേജ് ചുമക്കുന്ന ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ബെൽഹോപ്പ്. 13. ഇറ്റലിയിലെ കാരാക്കോ. ഇപ്പോൾ ഒരു വിജനമായ പ്രേത നഗരമാണെങ്കിലും തെക്കൻ ഇറ്റലിയിലെ കുന്നിൻ മുകളിലുള്ള കാരോക്ക എന്ന പട്ടണം 2000 വർഷം പഴക്കമുള്ള ഒരു വാസസ്ഥലമായാണ് തുടങ്ങിയത്. 1960കളിൽ ഒരു മണ്ണിടിച്ചിലും 1970കളിൽ വെള്ളപ്പൊക്കവും തുടർന്ന് 1980കളിൽ ഒരു ഭൂകമ്പവും ഈ പട്ടണത്തിനും അതിലെ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ഈ പ്രകൃതി സംഭവങ്ങൾ കാരണം ആത്യന്തികമായി അതിനെ ഉപേക്ഷിക്കാൻ കാരണമായി. അവിടെയും ചില ദുരൂഹതകൾ പലരും ആരോപിക്കുന്നുണ്ട്. വിജനമായി കിടക്കുന്ന ഒരു പ്രേത നഗരമായിട്ടാണ് പലരും ഈ കരോക്കയെ കാണുന്നത്. 14. സ്വീഡനിലുള്ളതാണ്. ബോർഗ്വാർനെറ്റ് പ്രാസ്റ്റ്ഗാർഡ്, സ്വീഡൻ. തടിയിൽ നിർമ്മിച്ച ഈ മനോഹരമായ കെട്ടിടം ഒരു കാലത്ത് ഒരു വികാരിയാത്തായിരുന്നു. സ്വീഡന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള ബോർഗ്വാർനെറ്റ് പട്ടണം പരിപാലിച്ചിരുന്നത് ഈ പുരോഹിതന്മാരാണ്. 1876ൽ നിർമ്മിച്ച ഈ വീട്ടിൽ താമസിച്ചിരുന്ന ചില പുരോഹിതന്മാർ 1920കൾ മുതൽ അമാനുഷിക പ്രവർത്തനങ്ങൾ നടത്തിയതായി പറയപ്പെടുന്നു. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി 10 കിടപ്പുമുറികളിൽ ഒന്നിൽ രാത്രി തങ്ങാം. പക്ഷെ അവിടെ നിങ്ങൾ ചെന്ന് തങ്ങുമ്പോൾ നിങ്ങൾക്ക് ചിലതൊക്കെ സ്വയം കാണാനും കേൾക്കാനും ഒക്കെ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് ചിലതൊക്കെ നിങ്ങൾക്ക് മാത്രമായി വ്യക്തിപരമായി അനുഭവിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. മറ്റേതോ ലോകത്ത് കൊണ്ടുവന്ന തോന്നിപ്പിക്കുന്ന കണ്ണാടികളും ചിത്രങ്ങളും വെളിച്ചങ്ങളും ഒക്കെ അവിടെ പ്രതിഫലിക്കുന്നതായി നിങ്ങൾക്ക് തോന്നും. അതുപോലെ കാൽപ്പാടുകളും ജനൽപ്പാളികളിൽ ചില പോറലുകളും അതുപോലെ രാത്രിയുടെ മറവിൽ അലറിയും തേങ്ങിയും കരയുന്ന സ്ത്രീകളുമൊക്കെ അവിടെ ഉണ്ടാകാം. അതുകൊണ്ട് പോകുമ്പോൾ സ്വന്തം റിസ്കിൽ പോവുക. 15. ലണ്ടൻ ടവർ. ലണ്ടൻ ടവർ നിലവിൽ ക്രൗൺ ജുവൽസിന്റെ ആസ്ഥാനമാണ്. ചരിത്രത്തിലുടനീളം ഈ കോട്ട ഒരു രാജകീയ വസതി, മൃഗശാല, ജയിൽ, വധശിക്ഷാ സ്ഥലം എന്നിവയായിരുന്നു. ഇതിന് ഭയാനകമായ ഒരു ചരിത്രമുണ്ടെന്നതിൽ അതിശയിക്കാനില്ല. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ വിവിധ പൂർവികരുടെ പ്രേതങ്ങളെ അതിൽ കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1500കളിൽ ശിരച്ഛേദം ചെയ്യപ്പെട്ട ഹെൻറി 8ാമന്റെ ഭാര്യമാരിൽ ഒരാളായ ആനി ബോളിൻ ഇതിൽ ഉൾപ്പെടുന്നു. അവളുടെ പ്രേതം അവളുടെ തല കയ്യിൽ വെച്ചുകൊണ്ട് അവിടെയൊക്കെ നടക്കുന്നതായി കണ്ടതായി ചിലർ പറയുന്നുണ്ട്. 16. ദ ഐലൻഡ് ഓഫ് ഡോൾസ്, മെക്സിക്കോ സിറ്റി. ഇസ്ലാ ഡി ലാസ് മുനേക്കാസ് അഥവാ പാവകളുടെ ദ്വീപ് ഒരു അസ്വസ്ഥത ഉളവാക്കുന്ന ഫ്ലോട്ടിംഗ് ഗാർഡനാണ്. 100 കണക്കിന് പാവകൾ മരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്നു. മെക്സിക്കോ സിറ്റിക്ക് അടുത്തുള്ള സോജിമിൽക്കോ തടാകത്തിന് ചുറ്റുമുള്ള കനാൽ സംവിധാനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നിങ്ങൾക്കിത് കാണാം. ദ്വീപിന്റെ മുൻ പരിപാലകൻ അതിനു ചുറ്റുമുള്ള കനാൽ വെള്ളത്തിൽ മുങ്ങി മരിച്ച ഒരു പെൺകുട്ടിയെ ഒരിക്കൽ കണ്ടെത്തി. തുടർന്ന് അയാൾ അവളുടെ പാവയെ അവിടുത്തെ ഒരു മരത്തിൽ തൂക്കിയിട്ടു. അടുത്ത 50 വർഷത്തിനുള്ളിൽ ആ പെൺകുട്ടിയെ അയാളെ നിരന്തരം ശല്യപ്പെടുത്തുകയും വേട്ടയാടുകയും ചെയ്യുന്നുവെന്ന് അയാൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവൾക്ക് കൂടുതൽ പാവകൾ അയാൾ മേടിച്ചു കൊടുത്തു. എല്ലാം ആ മരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്നു ഇപ്പോഴും. 17. സ്റ്റാൻലി ഹോട്ടൽ, എസ്റ്റസ് പാർക്ക്, കൊളറാഡോ.
റോക്കി പർവ്വത നിരകളിലെ മറ്റൊരു ചരിത്ര ഹോട്ടൽ, പക്ഷേ ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭാഗത്താണ്. കൊളറാഡോയിലെ എസ്റ്റസ് പാർക്കിലുള്ള സ്റ്റാൻലി ഹോട്ടൽ. ഈ ഹോട്ടലിലെ താമസമാണ് സ്റ്റീഫൻ കിങ്ങിന്റെ ഹൊറർ കഥയായ ദ ഷൈനിങ്ങിന് പ്രചോദനമായത്. 1909 പ്രെയ്ലാൻ സ്റ്റാൻലിയാണ് ഈ ഹോട്ടൽ തുറന്നത്. അയാളും ഭാര്യ ഫ്ലോറയും ഇപ്പോഴും അതിന്റെ ഇടനാഴികളിലൂടെയൊക്കെ നടന്ന് ആളുകളെ ഭയപ്പെടുത്തുകയും മറ്റും ചെയ്യുന്നതായി ചിലർ പറയുന്നു. 18 നോർവേയിലുള്ളതാണ് അഗർഷേഴ്സ് ഫെസ്റ്റ്നിങ്, ഓസ്ലോ, നോർവേ. നോർവേയിലെ ഓസ്ലോയിലുള്ള അഗർഷേഴ്സ് ഫോർട്ട് ഒരു നീണ്ട ചരിത്രമുള്ള കോട്ടയാണ്. ഇത് ഒരു രാജകീയ വസതിയും ജയിലും സൈനിക താവളവുമായിരുന്നു. ഇതിലൊരു രാജകീയ ശവകുടീരവും ഉൾപ്പെടുന്നു. നോർവീജിയൻ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും മൃതദേഹങ്ങൾ ഇവിടെയുണ്ട്. പ്രവേശന കവാടത്തിൽ ജീവനോടെ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു നായയുടെ പ്രേതം കവാടങ്ങൾക്ക് ഇപ്പോഴും കാവൽ നിൽക്കുന്നതായിട്ടാണ് അവിടുത്തെ ഐതിഹ്യ കഥകൾ പറയുന്നത്. 19 ഹോയ ബെച്ചു ഫോറസ്റ്റ്, ക്ലൂഷ് നാപ്പോക്ക, റൊമേനിയ. പലർക്കും ട്രാൻസിൽവാനിയ എന്ന പേര് ഡ്രാക്കുളയുടെയും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെയും ഇതിഹാസവുമായൊക്കെ ബന്ധപ്പെടുത്തും. റൊമേനിയയിലെ 250 ഹെക്ടർ വിസ്തൃതിയുള്ള ഹോയ ബെച്ചു പ്രദേശത്തെ ചില നാട്ടുകാർ വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞേക്കാം. ആടുകളുടെ ഒരു കൂട്ടത്തോടൊപ്പം അപ്രത്യക്ഷനായ ഒരു ഇടയന്റെ പേരിലാണ് ഈ പേര് വന്നത്. വിചിത്രമായ ചില ഗോളങ്ങളെ അവിടെ കണ്ടിട്ടുണ്ടെന്നും വിചിത്രമായ ചില സംഭവങ്ങളെ അവിടെ കണ്ടിട്ടുണ്ടെന്നുമൊക്കെയാണ് പരിസരവാസികൾ പറയുന്നത്. നിങ്ങൾ ചെന്ന് അന്വേഷിച്ചാൽ ഒരുപക്ഷെ സത്യം കണ്ടെത്താനാകും. ഇനി 20 ബെത്നാൽ ഗ്രീൻ ലണ്ടൻ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ, ഇംഗ്ലണ്ട്. 1860കളിൽ ആരംഭിച്ച ലണ്ടനിലെ അണ്ടർഗ്രൗണ്ടിലേക്കുള്ള ട്രാക്കുകളിലും പ്ലാറ്റ്ഫോമിലും ഇറങ്ങുന്ന പടവുകളിലും മറ്റും പ്രേതരൂപങ്ങൾ നിറഞ്ഞ നിരവധി കഥകളുണ്ട്. ദൈനംദിന യാത്രകളിലൂടെ ആളുകളെ കൊണ്ടുപോകുന്നതിന് പുറമെ 2ാം ലോക മഹായുദ്ധ കാലത്ത് ചില സ്റ്റേഷനുകൾ വ്യോമാക്രമണ ഷെൽട്ടറുകളായി ഉപയോഗിച്ചിരുന്നു. ലണ്ടനിലെ ഈസ്റ്റ് എൻഡിലുള്ള ബെത്നാൽ ഗ്രീൻ സ്റ്റേഷൻ ഇതിലൊന്നായിരുന്നു. 1943 മാർച്ചിൽ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. തൽഫലമായി 173 പേർ അപകടത്തിൽപ്പെട്ടും ശ്വാസം മുട്ടിയും മരിച്ചു. അതിനുശേഷം ആ മരിച്ചവരിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും കരച്ചിലും ഞരക്കങ്ങളുമൊക്കെ അവിടെ കേട്ടതായി ചില റിപ്പോർട്ടുകളുണ്ട്. 21 സേലം, മസാച്യുസെറ്റ്സ്, USA. മസാച്യുസെറ്റ്സിലെ സേലം നഗരം 1600കളിൽ അവിടെ നടന്നിരുന്ന മന്ത്രവാദിനി വിചാരണകളുടെ പര്യായമായി മാറിയിരുന്നു. അവിടെ ചിത്രീകരിച്ചിരിക്കുന്ന ദി വിച്ച് ഹൗസ് എന്നറിയപ്പെടുന്ന വീട് ഈ വിചാരണകളിലെ ജഡ്ജിമാരിൽ ഒരാളായ ജോനാഥൻ കോർവിന്റെ വീടായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു വിചാരണയും നടന്നിട്ടില്ല. സേലത്ത് വധിക്കപ്പെട്ട സ്ത്രീകളുടെ വധശിക്ഷയെക്കുറിച്ചും നെഗറ്റീവ് കുമ്പസാരം അഥവാ നിരപരാധിയുടെ പ്രഖ്യാപനത്തെക്കുറിച്ചും അറിയാൻ നിങ്ങൾക്ക് ഈ വീട് സന്ദർശിക്കാം. 22 എഡിൻബർഗ് കാസ്റ്റിൽ. സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് കാസ്റ്റിൽ ഒരു പുരാതന അഗ്നിപർവ്വത പാറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്കോട്ട്ലൻഡിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു അധിനിവേശ പ്രദേശമാണിതെന്ന് പുരാവസ്തു തെളിവുകൾ സൂചിപ്പിക്കുന്നു. സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിന്റെ സ്കോട്ട്ലൻഡിന്റെ ചരിത്രത്തിൽ നിരവധി പ്രൊട്ടസ്റ്റുകൾക്ക് ഈ കാസിൽ വേദിയായിട്ടുണ്ട്. ഇതൊരു രാജകൊട്ടാരം, സൈനിക ബാരക്, ജയിൽ എന്നിവയുമായിരുന്നു. കോട്ടയിലെ പ്രേത പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ ചില അസ്വസ്ഥതകളും ചുവരിലെ നിഴലുകളും ഉൾപ്പെടുന്നു. സ്കോട്ട്ലൻഡിലെ മന്ത്രവാദ വിചാരണയ്ക്കിടെ അവിടെ പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്ത സ്ത്രീകളിൽ നിന്നാണ് ഈ നിഴലുകളും ശബ്ദങ്ങളുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. തലയില്ലാത്ത ഒരു ഡ്രമ്മർ ബോയിയുടെ കഥകളും ഭൂഗർഭ തുരങ്കങ്ങളിൽ ബാക്ക് പൈപ്പറിന്റെ ശബ്ദങ്ങളും കേട്ടവർ ഉണ്ടെന്ന് പറയപ്പെടുന്നു. 23 മോർഗൻ ഹൗസ്, കലിംപോങ്, ഇന്ത്യ. 1930കളിൽ നിർമ്മിച്ച ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലെ മോർഗൻ ഹൗസ് ഇപ്പോൾ നവീകരിച്ച ഒരു ആഡംബര ബോട്ടിക് ഹോട്ടലാണ്. ഈ എസ്റ്റേറ്റ് നിർമ്മിച്ച ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകളായ ബാരനും ലേഡി മോർഗനും വേനൽക്കാല അവധിക്കാലത്തിനും പാർട്ടികൾ നടത്തുന്നതിനും ഈ വീട് ഉപയോഗിച്ചിരുന്നു. ലേഡി മോർഗൻ വീട്ടിൽ അപ്രതീക്ഷിതമായി മരിച്ചു. വീടിന്റെ ഇടനാഴികളിൽ അവളുടെ ആത്മാവ് നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതായി പറയപ്പെടുന്നു. 24 സ്ക്രീമിംഗ് ടണൽ, നയാഗ്ര ഫാൾസ്, ഒന്റാറിയോ, കാനഡ. അതിശയിപ്പിക്കുന്ന കാഴ്ചകൾക്കായി നയാഗ്ര വെള്ളച്ചാട്ടം പലപ്പോഴും ആളുകളുടെ ഇഷ്ട ലിസ്റ്റിൽ ഒന്നാമതാണ്. അതിന്റെ വടക്ക് പടിഞ്ഞാറൻ മൂലയിൽ 1800കളിൽ നിർമ്മിച്ച ഒരു പഴയ ഡ്രെയിനേജ് ടണലുണ്ട്. അതിലൊരു ഭയാനകമായ പ്രേത കഥയുണ്ട്. തുരങ്കത്തിൽ ജീവനോടെ കത്തിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ നിലവിളി ഇന്നും അതിന്റെ കമാനങ്ങളിൽ പ്രതിധ്വനിക്കുന്നുണ്ടെന്നാണ് ഐതിഹ്യം. 25 നോർത്ത് യുങ്കാസ് റോഡ്, ബൊളീവിയ. ബൊളീവിയയിലെ നോർത്ത് യുങ്കാസ് റോഡ് ബൈക്ക് യാത്രക്കാർക്ക് ഒരു ആവേശമാണ്. ആൻഡീസ് പർവ്വതനിരകളുടെയും ആമസോൺ മഴക്കാടുകളുടെയും കാഴ്ചകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും.
പക്ഷെ ഒരു കാരണത്താൽ ഇതിനെ ഡെത്ത് റോഡെന്നും വിളിക്കുന്നു. ഒറ്റ വരി, വളവുകൾ, ബാരിയറുകളുടെ അഭാവം, കാലാവസ്ഥ എന്നിവ കാരണം യാത്രാമധ്യേ അതിലൂടെ നിരവധി വാഹനങ്ങൾ താഴേക്ക് പോയിട്ടുണ്ടെന്നും നിരവധി മരണങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. ബൈക്കുകളും കാറുകളും ബസ്സുകളും ട്രക്കുകളും എന്നിവയെല്ലാം ആ പാറക്കെട്ടിലൂടെ താഴേക്ക് പതിച്ചിട്ടുണ്ട്. ആ റോഡ് ഒരു പ്രധാന പാതയായിരുന്നപ്പോൾ ഓരോ വർഷവും ഏകദേശം 300ഓളം പേർ മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ആ ഭാഗം ഒരു ദുരൂഹമായ ഭാഗമായിട്ടാണ് പ്രദേശവാസികൾ കരുതുന്നത്. അതുകൊണ്ട് അതിലൂടെ പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക.